CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബിനോയ് വിശ്വം, ഈ പ്രഭാതത്തിൽ താങ്കളോട് പങ്കുവയ്ക്കാനുള്ളത് MGS നാരായണന്റെ മരണവാർത്തയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾ ഓർത്തെടുക്കേണ്ടത്? അങ്ങയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന MGS ഓർമ്മകൾ എന്തൊക്കെയാണ്? ചരിത്ര വിദ്യാഭ്യാസത്തിന്റെയും ഗവേഷണത്തിന്റെയും മേഖലകളിൽ മറക്കാനാകാത്ത സംഭാവന ചെയ്തൊരു വലിയ മനുഷ്യനാണ്, പണ്ഡിതനാണ് MGS നാരായണൻ. കോഴിക്കോട്ടെ ജീവിതകാലം മുഴുവനും അദ്ദേഹവുമായിട്ട് ഉറ്റബന്ധം പുലർത്തിയ ഒരു സുഹൃത്താണ് ഞാൻ. പലപ്പോഴും സ്നേഹിച്ചും ചിലപ്പോൾ കലഹിച്ചും ഞങ്ങൾ പൊതുവേദികളിൽ അന്ന് പ്രത്യക്ഷപ്പെടുമായിരുന്നു. പല വിഷയങ്ങളിലും തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം, വ്യക്തിബന്ധങ്ങളിലെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, അതിനെ ഞാനെന്നും മാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളുടെ പരസ്യമായ സംവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്, ലേഖനങ്ങളിലൂടെ. എന്റെ ഓർമ്മ ഒരിക്കൽ മലയാളം മരുകത്ത് 3 ലക്കങ്ങളിലായിട്ട് അദ്ദേഹവും ജനം തമ്മിലുള്ള ഒരു സംവാദം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ BJP പക്ഷപാതപരമായ നിലപാടിനെയാണ് ഞാൻ വിമർശിച്ചത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ വിമർശനവും കലവറ കൂടാതെ അന്ന് പറയുകയുണ്ടായി. ആ തർക്കം, ചർച്ച രൂക്ഷമായിട്ടുള്ള ഒന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞും കാണുമ്പോഴെല്ലാം MGS കാണിച്ചിട്ടുള്ള സ്നേഹം ഞാൻ മറക്കുന്നില്ല. അതേ സ്നേഹം അങ്ങോട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ, ഓർമ്മകൾ പലതും ഈ പറഞ്ഞ മാതിരി ആശയ വൈചാര്യങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങളുടേതായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വൈശിഷ്ട്യങ്ങൾ ഒരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല. അതിന്റെ ശോഭയും പ്രകാശവും പലതാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. MGSന്റെ വീട്ടിലും. ശ്രീ ബിനോയ് വിശ്വം, അങ്ങ് പറഞ്ഞു വന്നതിന്റെ തുടർച്ചയായി അങ്ങ് പറഞ്ഞു വന്ന വരികൾക്കിടയിൽ നിന്ന് ജാലകങ്ങളെക്കുറിച്ച് താങ്കൾ പറഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. MGSന്റെ ആത്മകഥയിൽ മാർക്സിനെ വിലയിരുത്തുന്ന ഭാഗം, മാർക്സും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ബന്ധമല്ലാതെ അകൽച്ചയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്, മാർക്സിൽ ഒരു യാന്ത്രിക ചിന്തകനൊപ്പം എത്രമാത്രം അടിച്ചമർത്തിയാലും അടങ്ങാത്ത ഒരു സ്വതന്ത്ര മാനവികനുമുണ്ട് എന്നതടക്കം അദ്ദേഹത്തിന്റെ ഈ ജാലകങ്ങൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അക്കാര്യത്തിലും ഒരു മാർക്സിസ്റ്റ് എന്ന നിലയിൽ അങ്ങേക്ക് വിയോജിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഉണ്ടാകുമല്ലോ. ജാലകങ്ങൾ MGS ാണ്. സ്വന്തം ജീവിതത്തിന്റെ കണ്ണാടിയിൽ കൂടി MGS അദ്ദേഹത്തിന്റെ നിലപാട് പറയുകയാണ്. അത് പറയുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പിൽക്കാല MGSന് മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിനെ പറ്റിയുള്ള വിമർശനം അദ്ദേഹം മറച്ചു വെച്ചിട്ടില്ല എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. MGSന്റെ ചിന്തയുടെയും വികാസത്തിന്റെയും ഒരു ചരിത്രം വായിച്ചാൽ MGS കാലഘട്ടത്തിൽ ICHRന്റെ ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയായിരുന്നു. അന്ന് ചരിത്ര ഗവേഷണത്തിന്റെ അവലംബിച്ച മാനദണ്ഡം മാർക്സിയൻ രീതികളായിരുന്നു. മാർക്സിയൻ കാഴ്ചപ്പാടിലൂടെ ഇന്ത്യൻ സംസ്കാരത്തെയും ചരിത്രത്തെയും പഠിക്കാനും വ്യാഖ്യാനിക്കാനും വേണ്ടി അദ്ദേഹത്തിന് സംഭാവന ചേർന്നല്ല. പക്ഷെ പെട്ടെന്ന് വാജ്പേയി സർക്കാരിന്റെ വരവോടുകൂടി അദ്ദേഹത്തിന് ഒരു സമ്മർ തോട്ട് എന്ന് പറയും പോലെ മലക്കം മറിച്ചിലുണ്ടായി. ഇടതുപക്ഷ മാർക്സിയൻ കാഴ്ചപ്പാടിലൂടെ, മാർക്സിന്റെ ചരിത്ര ഗവേഷണത്തിന്റെ പാതയിലൂടെ, മാർക്സിയൻ സങ്കേതങ്ങളുടെ വെളിച്ചത്തിലൂടെ ചരിത്രത്തെയും സമൂഹത്തെയും സംഭവങ്ങളെയും എല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ച MGS പിന്നെ പെട്ടെന്ന് ഒരു മലക്കം മറിച്ചിൽ നടത്തിയത് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പിന്നെ വർഗീയ ഫാസിസ്റ്റുകളുടെ ആശയങ്ങളോട് സന്ധി ചെയ്തുകൊണ്ട് അതിന് കീഴ്പ്പെട്ടു പോയി എന്ന് വിമർശനം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ബാബറി മസ്ജിദിന്റെ വിവാദകാലത്തിന്റെ ഒരു ഘട്ടമായപ്പോഴത്തേക്കും അദ്ദേഹം RSSന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വാദങ്ങൾ പറയാൻ മടി കാണിച്ചിട്ടില്ല. അവിടെ എല്ലാം അദ്ദേഹവുമായിട്ട് യോജിക്കാനേ പറ്റൂ. ഇതിന്റെ എല്ലാ ഭാഗമായിട്ടാണ് MGS അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ മാർക്സിനെയും മാർക്സിയൻ നിലപാടിനെയും വിമർശിക്കാൻ തയ്യാറായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. അതിനോട് യോജിപ്പിരിക്കില്ല. ഞാൻ വിമർശകനാണ് കാര്യങ്ങളിലൊക്കെ.
ശ്രീ ഞാൻ ബിനോയ് വിശ്വം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കേരളത്തെക്കുറിച്ച് 100% സാക്ഷരതയെക്കുറിച്ച് ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മികച്ച സർവകലാശാലകളോ സ്വതന്ത്ര ചിന്തയെ പരിപോഷിപ്പിക്കാൻ ഉതകുന്ന ഇടങ്ങളോ ഇല്ലാതെ നമ്മൾ 100% സാക്ഷരത എന്നതിൽ മാത്രം അഭിരമിച്ചിട്ട് കാര്യമില്ല എന്നാണ്. അതായത് വിമർശിക്കാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. സർക്കാർ ഉപകരണങ്ങളായി സർവകലാശാലകൾ നിന്നുകൂടാ എന്ന് പറയുന്നു. വികേന്ദ്രീകൃത ആസൂത്രണമല്ല ഇവിടുത്തെ സാക്ഷരതയുടെ അടിസ്ഥാനം. 19-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ മിഷണറികളെ കുറിച്ച് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ചരിത്രത്തിലുള്ള അറിവിനെ സമകാലിക യാഥാർത്ഥ്യങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള തുറന്ന വിമർശനത്തിലേക്ക്, അത് പലപ്പോഴും ഇടത് സർക്കാരിനെ പൊള്ളിച്ചിട്ടുള്ള വിമർശനങ്ങളാണ്. അപ്പോഴാണ് അദ്ദേഹം ഫാസിസത്തിന്റെ ഉപകരണമാണ്, അല്ലെങ്കിൽ BJP-യോട് ചേർന്ന് നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ നയങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ എന്നൊക്കെയുള്ള വിമർശനവും അക്കാലത്ത് അദ്ദേഹം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു MGS, അങ്ങനെയല്ലേ നമ്മൾ അദ്ദേഹത്തെ ഓർക്കേണ്ടത് ശ്രീ ബിനോയ് വിശ്വം? രണ്ട് MGS ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ആദ്യകാല MGS ഉണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടിനെ സ്വാധീനിച്ചത് മാർക്സിയൻ ദർശനങ്ങളായിരുന്നു. ചരിത്രത്തെ പറ്റിയുള്ള, സോഷ്യോളജിയെ പറ്റിയുള്ള, രാഷ്ട്രീയത്തെ പറ്റി പോലുമുള്ള മാർക്സിയൻ കാഴ്ചപ്പാടിന് ഇൻ എ ബ്രോഡ് വേ പിന്താങ്ങിയ MGS ആണ് ആദ്യത്തെ MGS. ആ MGS ആണ് ICHR-ന്റെ പ്രവർത്തനങ്ങളിൽ അന്ന് ആ നിലപാടിനെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പങ്ക് വഹിച്ച MGS. പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാടിൽ വലിയ മാറ്റം ഉണ്ടായി. അതിനെയാണ് ഞാൻ വിളിച്ചത് മലക്കം മറിച്ചിൽ നിന്ന്. ആ മലക്കം മറിച്ചിലോട് കൂടി അദ്ദേഹം RSSന്റെ ആശയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് തത്വരഹിതമായ വിട്ടുവീഴ്ചയ്ക്കും ഒക്കെ തയ്യാറായ കാര്യം ആർക്കും മറക്കാൻ പറ്റില്ല. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തെ പൊതുവിലും ഇടതുപക്ഷ ഗവൺമെന്റിനെ പ്രത്യേകിച്ചും ആക്രമിക്കാൻ തയ്യാറായിട്ടുണ്ട്. അവിടെയെല്ലാം അദ്ദേഹത്തെ കൈകടി കെട്ടിയത് ആരുടെ ഭാഗത്തുനിന്നാണ്? ഇടതുപക്ഷ വിത്തുകളുടെ ഭാഗത്തുനിന്ന്, RSS ഭാഗത്തുനിന്ന് കൈകടിയെ കിട്ടിയിട്ടുണ്ട്. പിൽക്കാലത്ത് എനിക്ക് തോന്നിയത് അദ്ദേഹത്തെ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് RSSന്റെ ഭാഗത്തു നിന്ന് MGS-ന് ഒരു എന്തോ ഉദ്ദേശിച്ച പോലെയുള്ള പിന്തുണയോ പ്രീതിയോ ഒന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്കും അല്പം ചില ഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ഒരു വിമർശകനായി വന്നിട്ടുണ്ട്. അദ്ദേഹം അക്കാലത്ത് വിമർശിക്കാൻ പിടിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. RSSനെയും BJP-യും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള നല്ല മനുഷ്യൻ. ആ മനുഷ്യന്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിലുടനീളം അദ്ദേഹം പലതരത്തിലുള്ള ആശയപ്രകാശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അനുസ്മരിച്ചതിന് ഒരുപാട് നന്ദി ശ്രീ ബിനോയ് വിശ്വം, CPI സംസ്ഥാന സെക്രട്ടറി.